എന്ത് ഏത് ജംഗ്ഷനിലേക്ക്? ഈ മണ്ഡലത്തിലെ ഏറ്റവും ലാസ്റ്റ് വീടാണിത്. ഇവിടെ എങ്ങനെ കയറിയിട്ട് പോവാം? ഈ വീട്ടില് ഈ വീട്ടിൽ ഞാൻ കേറാൻ. ഇവിടെ ആരാ താമസിക്കുന്ന അറിയാവോ? എന്റെ മുൻ ഭർത്താവ് അവിടെ താമസിക്കുന്നതെന്ന്. അങ്ങനെയാണോ? പിന്നല്ലേ, ആ വീട്ടിൽ ഞാൻ കേറത്തില്ല. ചെത്തിയ മുറ്റത്ത് ഞാൻ കേറത്തില്ല. അറിയാമോ, 1-2 ഓട്ടല്ല ഇവിടെ 13 ഓട്ടാ ഉള്ളത്. എനിക്ക് വേണ്ട അവിടുത്തെ 13 ഓട്ടൊന്നും. ഈ പുള്ളി അത് മറ്റുള്ള പാർട്ടിക്കാർക്ക് മറച്ചു കൊടുത്താ ഇയാള് പൊട്ടിപ്പോവും. എനിക്ക് അവനെ കാണുമ്പോ തന്നെ എനിക്കങ്ങനെ ചൊറിഞ്ഞ് കേറും. കേറണം, ചൊറിഞ്ഞ് കേറണം. അപ്പൊ ഇത് സഹിച്ച് പിടിച്ചു നിൽക്കുന്ന ചന്ദ്രികയുടെ വീഡിയോ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ പ്രചരിപ്പിക്കും. ഇതാണ് എത്ര പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായാലും സഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ചന്ദ്രിക എന്ന് നമ്മൾ വരുത്തി തീർക്കും. ഓക്കെ, വിളിക്കവനെ. ചേട്ടാ, ആര് ചേട്ടാ, ആരെന്ന്? ആ കാലന്റെ ശബ്ദം കേട്ടോ? മിണ്ടാതിരിക്കും. ചിരിച്ചേക്കണം, ചിരിച്ചേക്കണം, ചിരി വിടരുത്, ചിരി വിടരുത്. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രിക, ചിഹ്നം ലിപ്സ്റ്റിക്. ഞാൻ പോരാ. അയ്യോ, വെള്ളം വല്ലതും എടുക്കാൻ പോണം. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. വെള്ളം എടുക്കല്ലേ? പട്ടി അയച്ചുവിടാം. എന്റെ ചേട്ടാ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനാ. പിന്നെ പുതിയൊരു ലോകം സൃഷ്ടിക്കണ്ടേ? ചന്ദ്രികയാണ് സ്ഥാനാർത്ഥി, ലിപ്സ്റ്റിക് ആണ് ചിഹ്നം. എനിക്ക് ഈ ചന്ദ്രികയുടെ അടുത്ത് 2 വർത്താനം പറയാനുണ്ട്. ചിരി ചിരി ചിരി. നിനക്ക് ഉളുപ്പുണ്ടോടി? നിനക്ക് അല്പമെങ്കിലും ലജ്ജ ഉണ്ടോടി വീട്ടുമുറ്റത്ത് വന്ന് കയറാൻ? എടി, നിനക്കിത് എങ്ങനെ സാധിക്കുന്നടി? നിനക്ക് ഈ ഇലക്ഷന് നിൽക്കാൻ പറ്റും. കാര്യം ഇത്രയും തൊലിക്കെട്ടി ഞാൻ ആരിലും കണ്ടിട്ടില്ല. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി ഇവിടെ ഇപ്പൊ ഇലക്ഷന് നിൽക്കാൻ? യോഗ്യതയൊക്കെ വേണോ ഇലക്ഷൻ നിൽക്കാൻ? മറ്റുള്ള പാർട്ടിക്കാർക്ക് വേണം, നമുക്ക് എന്ത് യോഗ്യത അതൊന്നും വേണ്ട. പിന്നെ യോഗ്യതയുള്ള ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി നമ്മൾ സ്ഥാനാർത്ഥികളെ തപ്പും? ഞങ്ങളുടെ പാർട്ടിക്ക് യോഗ്യതയുടെ ആവശ്യമില്ല. പാർട്ടി പറഞ്ഞു, ചന്ദ്രിക അനുസരിച്ചു. സീറ്റ് കിട്ടി. ബസ്സിലോ ട്രെയിനിലോ കയറിയ പോലും സീറ്റ് കിട്ടാൻ യോഗ്യതയില്ലാത്ത ഇവളാണ്. അവർക്ക് ഈ മണ്ഡലത്തിൽ സീറ്റ് കിട്ടി. എടി, ഒരു രാഷ്ട്രീയക്കാരിക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്നറിയാമോ? എന്താ? ഒരു രാഷ്ട്രീയക്കാരൻ ആണാണെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് വെള്ള ഷർട്ടും മുണ്ടും, കഷത്തിലൊരു ഡയറി ഉണ്ടെങ്കിൽ ക്ലീൻ പഞ്ച്. പെണ്ണുങ്ങളാണെങ്കിൽ വെള്ള സാരിയും തലയിലൊരു വട്ടത്തിൽ തൊപ്പി. കറക്റ്റ് ആളായിട്ടാ പിടിച്ചു നിർത്തി. അതല്ല, നിലപാടെന്നൊരു സാധനം നിനക്കൊണ്ടോടി. ഇതവിടെ കിട്ടും. നീ രാഷ്ട്രീയത്തിൽ ആരെന്ന് പറഞ്ഞു? അവളെ കൂടെ നടക്കില്ല, വല്ല അമ്പും കൊണ്ട് ചാവും. ആരെ തിന്ന? നിലപാടെന്നൊരു സാധനം ഉണ്ടോ? ഇവളിപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല അവള് പിന്നെ പ്രവർത്തിക്കുന്നത്. അറിയാം, ഈ ഒരൊറ്റ ക്വാളിറ്റിയാണ് ഇവളിൽ ഞങ്ങൾ കണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം കൊണ്ട് ചോദിച്ചോട്ടാ, നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? എന്റെ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ഓരോ വീടുകൾക്കും ഞങ്ങൾ ഓരോ ലിപ്സ്റ്റിക് വീതം കൊടുക്കും. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം പട്ടിണി കിടക്കുമ്പോഴേ ചുണ്ട് ചോന്നിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ ആർക്കും ഏത് പാതി രാത്രിക്ക് വേണമെങ്കിലും ഈ ചന്ദ്രികയെ വിളിക്കാം. അത് ഇലക്ഷന് നിന്നില്ലെങ്കിലും മുമ്പും അങ്ങനെ അതുകൊണ്ടാണല്ലോ ഡിവോഴ്സിന്റെ പ്രധാന കാരണം. ഞങ്ങൾ പിരിയേണ്ട പ്രധാന കാരണം അതാണ്. എടി, ഞാൻ ഒറ്റ കാര്യം നിന്റെ അടുത്ത് ചോദിച്ചോട്ടാ, നീ നിൽക്കേണ്ട പോട്ടെ. ഈ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരു ABCD അറിഞ്ഞുകൂടാത്ത ഒരു കിഴങ്ങനായിട്ടുള്ളത് ആരെ കാണിച്ചു? താണ്ട എവനെ നിർത്തിയിരുന്നെങ്കിലും ജയിച്ചനല്ല, എവനെ നിർത്തിയില്ല അന്തം ജയിച്ചനല്ല. ഫസ്റ്റ് ഒരു സീറ്റ് കിട്ടാ 10 കൊല്ലമായി നടന്നിട്ട് ഒരു കൊരണ്ടിപ്പലക പോലും ഇന്ന് വരാൻ